ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ ഗൈസ്, അതിനായിട്ട് ബിരിയാണി വയ്ക്കുന്ന പാത്രം വെച്ച് കൊടുത്തു. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, അത്യാവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് അതിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പു, പിന്നെ ഉണ്ട പച്ചമുളക്, ക്യാരറ്റ് ഇത്ര ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ക്യാരറ്റും എല്ലാം നിങ്ങൾക്ക് ബിരിയാണി എത്ര ഇല്ലയാണ് വയ്ക്കുന്നത് അതിനനുസരിച്ച് ക്യാരറ്റും എല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇഞ്ചി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇല ഐറ്റങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. മല്ലിയില, പുതിനയില, അങ്ങനെ ഇല ഐറ്റങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ടും മിക്സ് ചെയ്യുക നല്ലോണം. എന്നിട്ട് നമ്മൾ വെക്കുന്നതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 2 ചെമ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത്. ഒരു ചെറിയ പാത്രം അതിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ചായ പാത്രമില്ലേ, അതേപോലത്തെ പാത്രത്തിൽ 2 പ്രാവശ്യം വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് മിക്സ് ചെയ്തു. അതിനെ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഡാൽഡ ഇട്ട് കൊടുക്കാം. അതും അത്യാവശ്യത്തിന് തന്നെ ഡാൽഡ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നാരങ്ങ ഒഴിച്ചു കൊടുക്കാം. ഒരു നാരങ്ങ ഫുള്ളോടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കതിനെ ക്ലോസ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് തുറന്ന് നല്ലോണം ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ബിരിയാണിക്കുള്ള അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു മണമായിട്ടാണ് വന്നത്. നമ്മൾ അതിനെ അടച്ചു വെച്ചു. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ചോറ് വെന്തിട്ടുണ്ട്. വെന്തയില്ലെന്ന് നോക്കിയതാണ്. അതിനെ കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ബാക്കി പരിപാടി കിടക്കാം. നമ്മൾ ബാക്കി ഇരുന്ന നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തു.
ഇനി നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം ഡെക്കറേഷനായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇല ഐറ്റംസും ക്യാരറ്റും വീണ്ടും നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. അപ്പം നല്ല സ്മെല്ലാണ്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.